ഞാൻ വരാം, ഒപ്പം എൻ്റെ ഗുളികനും. എന്നെ ചതിച്ചാൽ ഞാൻ ക്ഷമിക്കും, പക്ഷേ എൻ്റെ ഗുളികൻ ക്ഷമിക്കില്ല. നമുക്കെല്ലാവർക്കും രോമാഞ്ചമുണ്ടാക്കിയ ഒരു ഡയലോഗായിരുന്നു അത്. കാന്താരയിലെ ഭൂതകോലം ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് ഗുളികനെയാണ്. പഞ്ചുരുളിമൂർത്തി രാജാവിനോടൊപ്പം കാന്താരക്കാട് ഇറങ്ങുമ്പോൾ ഒപ്പം ഗുളികനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആരും ഗുളികനെ കണ്ടില്ല. കഥയിൽ രാജാവ് ചതിച്ചു, കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടു. ഒന്നും ചെയ്യാനാവാതെ തകർന്നിരുന്ന നാട്ടുകാർക്ക് മുമ്പിൽ തോറ്റു വീണവൻ്റെ ശ്വാസത്തിനടുത്ത് പഞ്ചുരുളി പ്രത്യക്ഷപ്പെട്ടു. തീക്കനൽ പോലുള്ള ഒരു ഊതലിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. പിന്നെ കേട്ടത് ഗുളികന്റെ അട്ടഹാസമായിരുന്നു. തെയ്യപ്രപഞ്ചത്തിൽ അങ്ങനൊരു പേരുണ്ട്, ഗുളികൻ. കുഞ്ഞുങ്ങളുടെയും അശരണരുടെയും കുളിയൻ. മഹാദേവന്റെ പെരുവിരലിൽ നിന്നും കാലനില്ലാത്ത കാലത്ത് ഉദ്ഭവിച്ച ഗുളികൻ. അങ്ങനെ ഒരു കഥയുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത മൃഗണ്ടു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിച്ച ഒരു കഥ. ശിവൻ മൃഗണ്ടുവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. 100 വയസ്സുള്ള തിരുമണ്ടനായ കുഞ്ഞിനെ വേണോ, അതോ വെറും 16 വയസ്സ് മാത്രം ആയുസ്സുള്ള കൂർമ്മബുദ്ധിയായ മകനെ വേണോ? ശിവൻ ചോദിച്ചു. ആയുസ് കുറഞ്ഞാലും അറിവുള്ള കുഞ്ഞു മതി, മഹർഷി മറുപടി പറഞ്ഞു. അതങ്ങനെ ആകട്ടെ എന്ന് ശിവനും പറഞ്ഞു. ആ കുഞ്ഞിന് മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. 16 വർഷങ്ങൾ അവസാനിക്കുന്ന ദിനം. മാതാപിതാക്കൾക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ സത്യം മാർക്കണ്ഡേയനോട് തുറന്നു പറഞ്ഞു. മരണം എന്നതിനേക്കാൾ അച്ഛനെയും അമ്മയെയും വിട്ടുപോകുന്നതിൻ്റെ വിഷമമായിരുന്നു മാർക്കണ്ഡേയന്. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ മാർക്കണ്ഡേയൻ മഹാദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയം മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി കാലനെത്തി. പക്ഷേ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ കൊണ്ടുപോകും? കാലൻ കുഴപ്പത്തിലായി. കാലനെ കണ്ട മാർക്കണ്ഡേയൻ ശിവലിംഗം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തൻ്റെ കയ്യിലെ കുരുക്കെറിഞ്ഞ് മാർക്കണ്ഡേയനെ കാലൻ വലിച്ചടുപ്പിക്കവേ ശിവലിംഗം ഇളകിമറിഞ്ഞു വീണു. അതിൽ കോപം പൂണ്ട ശിവൻ തൻ്റെ തൃക്കണ്ണുകൊണ്ട് കാലനെ ഭസ്മമാക്കിയതായാണ് കഥ. കാലനില്ലെങ്കിൽ പിന്നെ കാലമില്ല എന്നാണല്ലോ. കാലൻ ഒരു പിടി ചാരമായി മാറി. അതോടുകൂടി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മരണമില്ലാതെയായി. അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലായ ശിവൻ തൻ്റെ ഇടതുകാൽ ഭൂമിയിൽ അമർത്തി വെച്ചു. പെരുവിരലിൽ നിന്നും അതോടുകൂടി ഒരു ദേവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ് കഥ. ഭൂമിയിലേക്ക് പോവുക, കാലൻ്റെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് തൃശൂലവും കാലപാശവും നൽകി ആ ദേവനെ ശിവൻ ഭൂമിയിലേക്ക് അയച്ചു. അതോടുകൂടി കാലനില്ല കാലത്തെ കാലനായി ആ ദേവൻ അവതരിക്കുകയും ചെയ്തു. അതാണ് സാക്ഷാൽ ഗുളികൻ.